എല്ലാവർക്കും പാറൂസ് വേൾഡിലോട്ട് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊഞ്ച് കറി റെസിപ്പിയുമായിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം സവാള ചേർത്തിട്ടുണ്ട്, 2 സവാളയാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ടെടുത്തത് നമ്മുടെ വെളുത്തുള്ളിയാണ്, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നല്ല രീതിയിൽ വശക്കുക. അടുത്ത് നമുക്ക് തക്കാളിക്കാം. ഓക്കെ, ഒരു തക്കാളിയാണ് എടുത്തത്, ഒരു തക്കാളിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വശക്കുക. നെക്സ്റ്റ് നമുക്ക് എടുത്ത് പച്ചമുളകാണ്, 2 പച്ചമുളക്, എനിക്ക് നമുക്കനുസരിച്ചുള്ള 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കൂട്ട് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ദെൻ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മളെ എരിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ. സോ ഇത്രയും ചേർത്ത് ആ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വശക്കുക. നമുക്ക് അടച്ച് വെച്ചിട്ടൊക്കെ വശക്കണേ. വശക്കിയ ശേഷം നമുക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും അതിനെ അടച്ച് വയ്ക്കാം. ഓക്കെ, നമുക്കിത് ചീനച്ചട്ടി ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് മീൻ ചട്ടി ചെയ്താൽ മതി. ആക്ച്വലി ഞാൻ മീൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ ചീനച്ചട്ടിയിലാക്കി എല്ലാ മിശ്രിതവും ഓക്കെ, ഉപ്പും എരിപ്പും എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഈ ചട്ടിയിൽ അവിടെ ഇട്ടത്. അടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഹീറോ ആയിട്ടുള്ള കൊഞ്ചിന് നമുക്ക് കൊഞ്ചങ്ങ് ചേർത്തിടാം. ഓക്കെ, ഇത്രയും സംഭവമുള്ളൂ. നമുക്കിനി അത് തിളപ്പിക്കേണ്ടതേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റായിട്ട് ഇത് ചേർക്കാനുള്ളത് നമ്മുടെ വെളിച്ചെണ്ണയും ദെൻ കരിവേപ്പിലയും. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് അന്നേരം മല്ലിയില ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്തില്ല. മല്ലിയിലയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്വാദിഷ്ടമായിട്ടുള്ള കൊഞ്ച് കറി ചെയ്യാം. ഞാനിത് ടേസ്റ്റ് ചെയ്തില്ല, അതിന് മുന്നേ കൊഞ്ചിടുന്ന മുന്നേ കൊഞ്ചിട്ട് കഴിഞ്ഞ് ചെയ്തില്ല. ഞാനിത് ഹസ്ബൻഡിനെ സെർവ് ചെയ്തപ്പോഴത്തേക്കും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഹസ്ബൻഡും അച്ഛനും മക്കളും എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഈസി ഡിഷാണ്. എന്താണ്, നമുക്ക് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു 20 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 100 രൂപയ്ക്ക് 20 എണ്ണം കിട്ടിയതാണ്. നമുക്ക് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് പോലും തികയത്തില്ല. അതാണ് ഈ കറി വയ്ക്കാനുള്ള കാരണം. ഓക്കെ, സോ എല്ലാം ട്രൈ ചെയ്യുക. താങ്ക് യു.